Hi everyone, welcome to our new video. ഓഫീസിൽ ഉപയോഗിക്കുന്ന 20 ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് ഇന്നത്തെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പതിവ് പോലെ പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ റിപ്പോർട്ട് പൂർത്തിയാക്കിയോ? ഡിഡ് യു ഫിനിഷ് ദ റിപ്പോർട്ട്? ഡിഡ് യു ഫിനിഷ് ദ റിപ്പോർട്ട്? പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡിഡ് യു ഉപയോഗിച്ച് സ്റ്റാർട്ടായിരിക്കുന്നത്. ഡിഡ് യു ഫിനിഷ് ദ റിപ്പോർട്ട്? പ്ലീസ് റിപ്പീറ്റ്. ഡിഡ് യു ഫിനിഷ് ദ റിപ്പോർട്ട്? ബോസ് അയച്ച ഇമെയിൽ നിങ്ങൾ കണ്ടോ? Have you seen the email from the boss? Have you seen the email from the boss? Have you seen the email from the boss? ഞാൻ നാളെ അവധി എടുത്തോട്ടെ? എങ്ങനെ ഫോർമലായി പൊളൈറ്റായി ചോദിക്കാം? May I take the day off tomorrow? May I take the day off tomorrow? May I take the day off tomorrow? നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. ഐ എം സോറി, ഐ ഡിഡിൻ ഗെറ്റ് യു. ഐ എം സോറി, ഐ ഡിഡിൻ ഗെറ്റ് യു. പ്ലീസ് റിപ്പീറ്റ്. ഐ എം സോറി, ഐ ഡിഡിൻ ഗെറ്റ് യു. ഡിഡിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഡ് നോട്ട് ആണ്. ഐ ഡിഡിൻ ഗെറ്റ് യു. സുപ്പീരിയർ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഒരു 3 മണിയോടുകൂടി ചെയ്തു കഴിയും എന്നിങ്ങനെ പറയാം. I will have it done by 3 p.m. I will have it done by 3 p.m. I will ഇവിടെ ഉദ്ദേശിക്കുന്നത് I will എന്നതാണ്. I will have it done by 3 p.m. 3 മണിയോടുകൂടി ഈ ജോലി ചെയ്തു കഴിയും. എന്നാൽ പറഞ്ഞ സമയത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പൊളൈറ്റായി ചോദിക്കാം. Could you give me a little more time? എനിക്ക് കുറച്ചുകൂടി സമയം തരാമോ? Could you give me a little more time? നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുള്ളതായി തോന്നുന്നു. എങ്ങനെ പറയാം? You seem to have made a mistake. You seem to have made a mistake. Please repeat. You seem to have made a mistake. You seem to have made a mistake. ഓഫീസിൽ സുപ്പീരിയർ പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാമോ എന്ന് ഫോർമുലായി പൊളൈറ്റായി ഇങ്ങനെ ചോദിക്കാം. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് ഫോർ മീ? വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് ഫോർ മീ? പ്ലീസ് റിപ്പീറ്റ്. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് ഫോർ മീ? റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയത് നെക്സ്റ്റ് ടൈം ഇനി ആവർത്തിക്കരുത് എന്ന് കുറച്ചൊരു റൂഡല്ലാതെ പൊളൈറ്റായി ഇങ്ങനെ പറയാം. ഐ ഹോപ്പ് യു വോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത തവണ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. I hope you won't make the same mistake next time. I hope you won't make എന്നോട് ഉദ്ദേശിക്കുന്നത് you will not make the same mistake next time. പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദിസ് പ്രോജക്റ്റ്. ഇവിടെ ലെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെറ്റ് us എന്നാണ്. ലെറ്റ്സ് ഡിസ്കസ് ദിസ് പ്രോജക്റ്റ്. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. പ്ലീസ് റിപ്പീറ്റ്. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അപ്പുറത്തിരിക്കുന്ന ഒരു ഫയൽ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ, ആ ഇരിക്കുന്ന ഫയലൊന്ന് എടുത്തു തരാമോ എന്ന്. ഇങ്ങനെ പറയാം. ക്യാൻ യു പാസ് മീ ദ ഫയൽ പ്ലീസ്? ക്യാൻ യു പാസ് മീ ദ ഫയൽ പ്ലീസ്? ക്യാൻ യു പാസ് മീ ദ ഫയൽ പ്ലീസ്? ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ റിലീവ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫെയർവെൽ ഗിഫ്റ്റ് എല്ലാം കൊടുക്കാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം. ലെറ്റ്സ് അറേഞ്ച് എ ഫെയർവെൽ ഗിഫ്റ്റ് ഫോർ അവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊളീഗ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഫെയർവെൽ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യാം. ലെറ്റ്സ് അറേഞ്ച് എ ഫെയർവെൽ ഗിഫ്റ്റ് ഫോർ അവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊളീഗ്. പ്ലീസ് റിപ്പീറ്റ്. ലെറ്റ്സ് അറേഞ്ച് എ ഫെയർവെൽ ഗിഫ്റ്റ് ഫോർ അവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊളീഗ്. ഓഫീസ് ടൈം കഴിഞ്ഞും പിന്നെയും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വേതനം കിട്ടുമോ എങ്ങനെ ചോദിക്കാം. ഡു വി ഗെറ്റ് ഓവർ ടൈം പേ? ഡു വി ഗെറ്റ് ഓവർ ടൈം പേ? എപ്പോഴാണ് മീറ്റിംഗ് തുടങ്ങുന്നത് എങ്ങനെ ചോദിക്കാം. വെൻ വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്? വെൻ വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്? വെൻ വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്? പ്ലീസ് റിപ്പീറ്റ്. വെൻ വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്? ഒരു ലീവിനായി എങ്ങനെ അപ്ലൈ ചെയ്യണം? How should I apply for a leave?
How should I apply for a leave? Please repeat. How should I apply for a leave? ഫോണിൽ സംസാരിക്കുമ്പോൾ താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല എന്നെങ്ങനെ പറയാം? യു ആർ നോട്ട് ഓഡിബിൾ ടു മീ. യു ആർ നോട്ട് ഓഡിബിൾ ടു മീ. എൻ്റെ ഒപ്പം പറയൂ. യു ആർ നോട്ട് ഓഡിബിൾ ടു മീ. പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ് വയ ഇമെയിൽ. ഇമെയിൽ വഴി ഡീറ്റെയിൽസ് അയക്കൂ. പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ് വയ ഇമെയിൽ. Please send me the details via email. Why don't you finish the report? എന്തുകൊണ്ട് റിപ്പോർട്ട് പൂർത്തിയാക്കിയില്ല, കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Why don't you finish the report? This is very important. You have to finish today itself. ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. This is very important. You have to finish today itself. This is very important. You have to finish today itself. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.